ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നിങ്ങളോട് ബ്രേക്കപ്പ് പറഞ്ഞ് പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. അത് കോളാകാം, വാട്സപ്പ് ആവാം, ഇൻസ്റ്റഗ്രാം ആവാം, മറ്റേതെങ്കിലും ആപ്പുകളാവാം. ചില സന്ദർഭങ്ങളിലൊക്കെ സംഭവിക്കുന്നത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനുമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതിൻ്റെ 3 മെയിൻ പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് കാണുക. അതിനുള്ള സൊല്യൂഷൻ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായിട്ട് ഇനിയൊരു റിലേഷൻഷിപ്പ് വേണ്ടെന്നുള്ളൊരു ഡിസിഷൻ അവരെടുത്തിട്ടുണ്ടായിരിക്കാം. ആ തീരുമാനം എടുത്തതിൻ്റെ ഭാഗമായി ബ്ലോക്ക് ചെയ്തതായിരിക്കാം. ബിക്കോസ് അവർക്ക് ഈ നിങ്ങളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അടുപ്പം, ഇതൊക്കെ കാരണം ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ വീണ്ടും നിങ്ങളുടെ കൂടെ തന്നെ വരുമോ, ആ ഡിസിഷൻ മാറിപ്പോകുമോ എന്നൊക്കെ ഒരു സ്വയം പേടി അവർക്ക് തന്നെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു അകലം പാലിക്കുക, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് സ്വയം ഹീൽ ചെയ്യാൻ കഴിയും എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആവും പതിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല എന്നൊക്കെ തോന്നിയത് കൊണ്ടായിരിക്കാം നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ റീസൺ അതായിരിക്കാം. ഓക്കെ, രണ്ടാമത്തെ റീസൺ നമുക്ക് നോക്കാം. അതെന്ന് പറയുന്നത്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ അവരെ ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാവുക. അത് വലിയ കള്ളം പറയുന്നതാവാം, അല്ലെങ്കിൽ വലിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചീറ്റിംഗ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നതാവാം, തെറി പറയുന്നതാവാം. അവർക്ക് പേഴ്സണലി ഭയങ്കര ഹേർട്ടാകുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. മാത്രമല്ല, നിരന്തരം ടോക്സിക് ബിഹേവിയർ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർ ഇനി ഈ റിലേഷൻഷിപ്പ് വേണ്ടെന്നുള്ള രീതിയിൽ ബ്ലോക്ക് ചെയ്തേക്കാം. സോ ടോക്സിക് ബിഹേവിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ബ്ലോക്ക് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്ന് പറയുന്നത്, അവർക്ക് വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോകാനുള്ള താല്പര്യമാകാം, അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് കറൻ്റ്ലി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഇനി അറിയണ്ട എന്നുള്ളത് കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നതാവാം. അല്ലെങ്കിൽ ഇനി നിങ്ങളെ തീരെ വേണ്ട, ആ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷനിലോട്ട് എത്തിയത് കൊണ്ടാവാം. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൂവ് ഓൺ ആവാം എന്നുള്ള കാരണവുമാവാം. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, മറ്റൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ സ്റ്റിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ പോവുകയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് ചെയ്തതാവാം എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് 3 മെയിനായിട്ടുള്ള കാരണങ്ങൾ. ഇതല്ലാണ്ട് പല കാരണങ്ങളും ഉണ്ടായേക്കാം, പക്ഷേ മെയിൻ 3 ഇതാണ്. അപ്പം നമ്മുടെ വിഷയം ഇതല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നമ്മളെ വേണ്ടെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ നമ്മളോട് ഇപ്പോഴും താല്പര്യമില്ല ആ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ, നമുക്ക് അവരുമായിട്ട് തന്നെ ഒരു ലൈഫ് വേണമെന്ന് വീണ്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ ഞാൻ മാറാൻ റെഡിയാണ്. അതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ ഞാൻ ക്ഷമിക്കാൻ റെഡിയാണ്. അത്തരം ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും ഭാവിയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളൊക്കെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, മാനസികമായിട്ട് തയ്യാറാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു പോയിട്ടുള്ള ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ തോട്ടിൻ്റെ പവർ കൊണ്ട്. നിങ്ങളുടെ തോട്ടിൻ്റെ പവർ കൊണ്ട് നിങ്ങളിൽ പല രീതിയിലുള്ള പ്രോഗ്രാമിങ്സ് ചെയ്ത്, അഥവാ നിങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തോട്ടുകൾ ഉണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്, ആ തോട്ടുകളെ റീപ്രോഗ്രാമിങ് ചെയ്ത് ആ വ്യക്തിക്ക് നിങ്ങളോടൊരു താല്പര്യം തോന്നുന്ന രീതിയിൽ നമുക്ക് പ്രോഗ്രാമിങ് ചെയ്തെടുക്കാൻ പറ്റും. ലോ ഓഫ് അട്രാക്ഷനിൽ അതിനൊക്കെയുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ, യു ക്യാൻ അട്രാക്ട് യുവർ എക്സ് വിത്ത് യൂസിങ് ദ ലോ ഓഫ് അട്രാക്ഷൻ. ഒരുപാട് ടെക്നിക്കുകളുണ്ട്, അത് അപ്ലൈ ചെയ്യാം. ഒരു ഫൈനൽ സൊല്യൂഷനായിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാം. നമുക്ക് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു 21 ഡേയ്സിൻ്റെ കണ്ടിന്യൂസ് വാട്സപ്പ് ഗൈഡൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലോട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഡെയിലി ഞാൻ നിങ്ങൾക്ക് രാവിലെ ചെയ്യേണ്ട ആക്ടിവിറ്റീസ്, വൈകുന്നേരം ചെയ്യേണ്ട ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും.
ആ ഗൈഡൻസ് അനുസരിച്ച് നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളിൽ മാനസികമായിട്ടുള്ള പല ചേഞ്ചസ് വരും. നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നിങ്ങൾക്ക് ഒരു പവർ കിട്ടും ചെറിയ രീതിയിൽ, അഥവാ ഒരു തോട്ടിന് പവർ കിട്ടുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ. കാരണം അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ സെൽഫ് ലവ് ആക്ടിവിറ്റീസ് കുറച്ച് ചെയ്യും. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വയം ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടാവും. നിങ്ങളോട് അട്രാക്ഷൻ തോന്നും ആളുകൾക്ക്. അത് ഓൾറെഡി നിങ്ങളുമായിട്ട് ഇപ്പോൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടി നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിപ്പിക്കുമ്പോഴേക്കും ആ വ്യക്തിക്ക് അവിടെ നിങ്ങളോട് മിസ്സിങ് ഫീലിംഗ് വരാൻ തുടങ്ങും. നിങ്ങളെ കാണണം എന്ന് തോന്നും, നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കും, നിങ്ങളെ വിളിച്ച് സംസാരിക്കണം എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, പറഞ്ഞാൽ തീരില്ല. അപ്പോൾ അതൊരു നീണ്ട ജേണിയാണ് 21 ദിവസത്തെ. ആ ജേണിയിൽ ഞങ്ങളുടെ കൂടെ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള, നിങ്ങളിപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനും അവരുമായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പോസിബിൾ ആണെന്നാണ് പറയുന്നത്, വിത്ത് യൂസിങ് ദ ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഡയൽ ചെയ്യുക, ഡീറ്റെയിൽസ് ചോദിക്കുക, ജോയിൻ ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും. ഓക്കെ, അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം.